MMV ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം വിവാഹം കഴിക്കാൻ പോവുകയാണ്. അത്യാവശ്യം കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് ഒരു ബിസിനസ് തുടങ്ങി, അത്യാവശ്യം തിരക്കേടില്ലാണ്ട് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോകുന്നുണ്ട്. പക്ഷേ കല്യാണം കഴിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എങ്ങനെയുള്ളൊരു പങ്കാളിനെ ആയിരിക്കണം ശരിക്ക്, അല്ലെങ്കിൽ എന്ത് മൈൻഡ് സെറ്റുള്ള ഒരാളെ ആയിരിക്കണം തൻ്റെ ഇനിയുള്ള കാലഘട്ടത്തിൽ തൻ്റെ ഫാമിലിയും തൻ്റെ കൂടെ ഒരേപോലെ യാത്രയിൽ സഞ്ചരിക്കേണ്ട പങ്കാളിത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അപ്പോൾ എന്തായിരിക്കണം ഇങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരാൾ ചിന്തിക്കേണ്ടത്? രസകരമായൊരു ചോദ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. അതായത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം കുറേ ചലഞ്ചുകളുണ്ട്, ചില പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ശരിക്കും കുടുംബത്തിൽ നിന്ന് അവന് പിന്തുണ ലഭിക്കുകയാണെങ്കിൽ, ആളുടെ പ്ലാനിലാണ് പോണത് കാര്യങ്ങൾ, മനസ്സിലായി. പക്ഷെ ഒരു കുടുംബത്തിൽ നിന്ന് ഇതിനൊരു പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അവൻ്റെ യാത്ര കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളൊരു പങ്കാളിയെ കണ്ടെത്തുമ്പോൾ ഇതിലേറ്റവും പ്രധാനമായിട്ട് എന്താണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാന്, അതിന് ഏത് തരത്തിൽ പിന്തുണ നൽകുന്ന ആളാണ് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയല്ല തീരുമാനിക്കേണ്ടത്, നമ്മളാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. എന്താണ് എന്നത് നമ്മൾ ആദ്യം തീരുമാനിച്ചതിന് ശേഷമാണ് അതിന് മാച്ച് ചെയ്യുന്ന ആളാണോ വരുന്നത് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയും. അപ്പോൾ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമാജിനറിയിലാണ്, കല്യാണത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടുപേർ വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ ജീവിച്ചു വന്നതിന് ശേഷമാണ് ഒരുമിച്ച് കൂടാൻ പോകുന്നത്. അപ്പോൾ അവിടുന്ന് ലഭിക്കേണ്ട പിന്തുണ ഏത് രൂപത്തിലുള്ളതാണ് എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. അതായത് ഞാൻ ചെയ്യുന്ന എന്ത് തോന്നിവാസങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരാളെ ഈ ലോകത്ത് കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എങ്ങനെയാണ് നമ്മെ ഉൾക്കൊള്ളാനും നമുക്ക് വേണ്ട പിന്തുണ തരാനും ഒരാൾ തയ്യാറാവണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മൾ അവരെ പിന്തുണയ്ക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ച ആളാണെങ്കിൽ പോലും അവരുടെ പിന്തുണയെ നമ്മുടെ ഭാഗമാക്കി മാറ്റാൻ കഴിയും. അവരെയും വളരാൻ സഹായിക്കണം, അവർക്കും സപ്പോർട്ടായിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ചും അതേപോലെ നമുക്ക് ലഭിക്കും. നമുക്ക് കല്യാണത്തിന് മുമ്പ് അറിയാൻ പറ്റില്ല. എല്ലാ ആളുകളും അങ്ങനെയുള്ള ആളുകളാണ്. ഈ ലോകത്തുള്ള എല്ലാ ആളുകളും വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. സ്വന്തം ഇണയെക്കുറിച്ച്, തുണയെക്കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ആളുകളാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, സ്നേഹം കൊടുത്താലേ നമുക്ക് സ്നേഹം കിട്ടുള്ളൂ എന്നാ പറയുന്നത്? അല്ല, അത് മാത്രമല്ല നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരാൾ എൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് കല്യാണം കഴിച്ച ഏതെങ്കിലും ഒരാൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. എല്ലാവരും എൻ്റെ പങ്കാളി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത, പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഈ അകൽച്ചയും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുന്ന ആളുടെ സ്വഭാവമോ അല്ലെങ്കിൽ ആ ആൾ ഇങ്ങനെയുള്ള ആളാവണമെന്നോ എന്നൊന്നും അല്ല പ്രധാനം. അവരെ എങ്ങനെ നമ്മളോട് അടുപ്പിച്ച് നിർത്താം എന്നുള്ളതാണ്. നമ്മൾ അവരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ ചേർത്ത് നിർത്തുന്നു, അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുന്ന പറയുന്നത്. അതാണ് അതിലേറ്റവും പ്രധാനം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് ഒരാളായിട്ട് ഓക്കെ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5-6 ഉണ്ടെങ്കിൽ ഹാപ്പി ആവാം. അല്ല, അതിലുപരി നമ്മൾ ഈ 5-6 അങ്ങോട്ട് കൊടുത്താൽ അത് കിട്ടുന്നു, പിന്നെ എന്തിനാ പേടിക്കണെന്ന് കേൾക്കണേ? അല്ല, അത് തന്നെയാണല്ലോ നമ്മൾ അവരെ ഓരോ ഡെവലപ്പ് ചെയ്യാൻ വിടുമ്പോൾ നമ്മളുടെ സ്കോർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അതിനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. പെർഫെക്റ്റ് ആയിട്ട് ആരും ഇല്ല, ഫസ്റ്റ് ഓഫ് ഓൾ അത് ആദ്യം മനസ്സിലാക്കണം. അത് തന്നെയാണ്, അത് റിയാലിറ്റി ആണല്ലോ. അപ്പോൾ ആ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഇണയെ കാണുവാനും സമീപിക്കുവാനും കഴിഞ്ഞാൽ, അത് ഭാര്യയായാലും ഭർത്താവായാലും പരസ്പരം ഒന്നിച്ചു നിന്ന്
ശക്തമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന നായകനും നായികയുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഉള്ളതിൽ റെസ്പെക്റ്റ് ചെയ്യുക, ഇല്ലാത്തത് സഹായമായി കൊടുക്കുക. ഓക്കെ. അങ്ങനെ ജീവിതത്തെ വളരെ വ്യത്യസ്തമായി കണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഇത്തരം ക്വസ്റ്റ്യങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുക. വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.